ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കിഡിലൻ പ്രൊമോയുമായിട്ട് ലാലേട്ടൻ വീണ്ടും പ്രത്യക്ഷനായിരിക്കുകയാണ്. ഇക്കുറി വന്നിരിക്കുന്ന പ്രൊമോയുടെ പ്രത്യേകത അതൊരു സംഗീതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എമ്പുരാൻ, തുടരും, ലൂസിഫർ ഈ ചിത്രങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ലാലേട്ടന്റെ ചില കിഡിലൻ പെർഫോമൻസുകളുമായിട്ടാണ് ഈ പ്രൊമോ വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ചില കിഡിലൻ പ്രൊമോകളൊക്കെ വരാറുണ്ട്. അതിൽ കൂടി വലിയ തള്ളിമറിക്കലുകളും നടക്കാറുണ്ട്. പക്ഷെ അതൊന്നും ബിഗ് ബോസിനുള്ളിൽ നാം കാണാറില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. എങ്കിലും പ്രേക്ഷകർക്ക് ഇക്കുറി ചില പ്രതീക്ഷകൾ ബിഗ് ബോസ് നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ 6 സീസണും പോലെ ആയിരിക്കില്ല ഈ 7ാമത്തെ സീസൺ. ഇത് വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഇടത്തു നിന്നും വലത്തു നിന്നും നടുക്ക് നിന്നും അടുത്തു നിന്നും ചരിഞ്ഞു നിന്നും മേലെ നിന്നും താഴെ നിന്നും പണി വരുന്നുണ്ട്. പാലും വെള്ളത്തിൽ പണി വരുന്നുണ്ട്, മോരും വെള്ളത്തിൽ പണി വരുന്നുണ്ട്, കളി പഠിപ്പിക്കാൻ പണി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ പാട്ടിന്റെ വരികൾ. അതെ, ബിഗ് ബോസിനുള്ളിലേക്ക് പോകാൻ പോകുന്ന ഓരോ മത്സരാർത്ഥികളോടും തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്, ഇക്കുറി മുട്ടൻ പണിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ലക്ഷറി ബഡ്ജറ്റിൽ പണി വരുന്നുണ്ട്, ക്യാപ്റ്റൻസി ടാസ്കിൽ പണി വരുന്നുണ്ട്, ജയിൽവാസത്തിൽ പണി വരുന്നുണ്ട്, ആകെ മൊത്തം പണി വരുന്നുണ്ട്. തുടർന്ന് ലാലേട്ടൻ അങ്കത്തിനിറങ്ങുകയാണ്, മുണ്ടക്ക മടക്കി കുത്തിക്കൊണ്ട്. വാടാ, നമ്മുടെ ഈ അടുത്ത സമയത്ത് കേട്ട വേടാ വാടാ എന്ന് വിളിക്കുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു അംഗപ്പുറപ്പാടിലേക്കാണ് ലാലേട്ടൻ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ നേരിട്ടിറങ്ങി കളിക്കുവാൻ പോകുന്ന കളി പോലെയാണ് ഈ പ്രൊമോ നമുക്ക് സൂചന നൽകുന്നത്. ആ കൂട്ടത്തിൽ പ്രൊമോ വീണ്ടും നമ്മോട് പറയുകയാണ്, പണി മാത്രമായിരിക്കില്ല, അതിനിടയിൽ കളികളൊക്കെ ഉണ്ടാവും, ഗെയിമുകളൊക്കെ ഉണ്ടാകും, വളരെയധികം ഈ കളികൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. എന്നിട്ട് ലാലേട്ടൻ പിന്നെ പറയുകയാണ്, ഇനി ഞാൻ പറയും, നീ കേൾക്കും, നീ പോടാ മോനെ ദിനേശ. ഇങ്ങനെ പറഞ്ഞ് ബുള്ളറ്റിലേക്ക് കയറി പോകുന്ന ലാലേട്ടനെ കാണിച്ചുകൊണ്ടാണ് ആ പ്രൊമോ അവസാനിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഈ ഒരു പ്രൊമോ വളരെ മനോഹരമെന്ന് തന്നെ വേണം പറയാൻ. ചുരുക്കത്തിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരും ബിഗ് ബോസും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരുങ്ങേണ്ടത് പ്രേക്ഷകരാണ്, ഒപ്പം അതിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള ആൾക്കാരും. ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറോട് ഒരു ചെറിയ അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് ഇക്കുറി ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോഴെങ്കിലും കുറച്ച് കാര്യക്ഷമതയോടെ വേണം അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ. കാരണം എല്ലാ സീസണുകളിലും പ്രേക്ഷകർ കണ്ടിട്ടുള്ള അവസാന സമയത്ത് വെറും വാഴ എന്ന് പറഞ്ഞ, വെറുതെ ഉണ്ടുറങ്ങി അങ്ങനെ 100-100 ദിവസം അവിടെ പിടിച്ചു നിൽക്കുവാൻ വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ ശോഭ മുഴുവൻ കെടുത്തിക്കളയുന്നത് ഇത്തരം കുറച്ച് വാഴകളാണ്. അടുത്തതായി ക്യൂട്ട്നെസ് കൊണ്ട് എന്തൊക്കെയോ ചെയ്തെടുക്കാം എന്ന് കരുതുന്ന ചില ആൾക്കാരെങ്കിലും ഈ ക്യൂട്ട്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചില ആൾക്കാരും അവിടെ നാളുകൾ തള്ളി നീക്കി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കും ഗുണവും ദോഷവും ഉണ്ടാക്കാത്തവരാണ്. നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ട് പ്രേക്ഷകർ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സീസണിലെങ്കിലും തിരഞ്ഞെടുപ്പ് പെർഫെക്റ്റ് ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ പണി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കിടുക്കൻ പ്രൊമോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ വെക്കുന്ന പണി ഏറ്റുവാങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരെങ്കിലും അതിനകത്ത് വേണ്ടേ? ഇല്ലാതെ നിങ്ങൾ പണി വെക്കുമ്പോൾ തന്നെ വാലും ചുരുട്ടി ഓടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് പ്രേക്ഷകർക്കാണ്. കാരണം ഈ ഷോയെ അത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം മലയാളികളുണ്ട്. അവർ വളരെ ആകാംക്ഷയോടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് നല്ല കിഡിലൻ എപ്പിസോഡുകൾ കാണുവാൻ വേണ്ടി. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പുതിയ സീസൺ ഈ പറയുന്ന പാഴുകളെ കൊണ്ട് നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പരിപാടി തന്നെ ഫ്ലോപ്പാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഔദ്യോഗികമായ രംഗപ്രവേശനത്തിന് വേണ്ടി. ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുന്ന ഈ ഒരു ഷോയുടെ റിവ്യൂവുമായി ഒലു ക്രിയേഷൻ വീണ്ടും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നമുക്കും കാത്തിരിക്കാം.